നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്കാറും ഫിലിപ്പെ കുട്ടീഞ്ഞോയും ഇനി ബ്രസീൽ ടീമിലേക്ക് എത്തുമോ? കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ പലരും കുട്ടീഞ്ഞോ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഓസ്കാറോ കുട്ടീഞ്ഞോയോ ബ്രസീൽ ടീമിലേക്ക് കോപ്പ അമേരിക്കയ്ക്ക് പരിഗണിക്കാവുന്ന രൂപത്തിലല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും കുട്ടീഞ്ഞോ ഒക്കെ ബ്രസീൽ വലിയ പ്രതീക്ഷ വെച്ച കളിക്കാരനായിരുന്നു. നെയ്മർ ജൂനിയറുടെ കൂടെ പിന്നെ നെയ്മറുടെ ആബ്സെൻസിലൊക്കെ അദ്ദേഹം ബ്രസീലിനായിട്ട് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഓസ്കാറും അതുപോലെ തന്നെ മികവ് കാണിച്ചിട്ടുള്ളയാളാണ്. 2013 കോൺഫെഡറേഷൻ കപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം ബ്രസീലിനായിട്ട് വന്ന ടൂർണമെൻറ്റ് എന്ന് പറയേണ്ടി വരും. ഈ രണ്ടുപേരുടെയും ബ്രസീലിനായിട്ടുള്ള പ്രകടനങ്ങളുടെ കണക്കുകൾ നമ്മളൊന്ന് നോക്കുക. ഓസ്കാർ ബ്രസീലിനായിട്ട് 48 മത്സരങ്ങളാണ് കളിച്ചത്. 12 ഗോളുകളും 13 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ വക വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗോൾ ഓർ അസിസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ 0.65 ആണ് പെർ ഗെയിം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. കുട്ടീഞ്ഞോയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം 68 മത്സരങ്ങൾ ബ്രസീലിനായിട്ട് കളിച്ച് 21 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 30 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്നർത്ഥം. പെർ 90 മിനിറ്റ് നോക്കുമ്പോൾ 0.59 ആണ് അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ. എന്തായാലും ഫിലിപ്പെ കുട്ടീഞ്ഞോ ഇനി ബ്രസീൽ ടീമിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ഓസ്കാറിനേക്കാൾ ഒരു പക്ഷേ കൂടുതൽ സാധ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് പലരും കണക്കാക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം കുട്ടീഞ്ഞോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ലീഗിലാണ്. അവിടെ നിന്ന് അദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ അൽ ദുഹൈലിലാണ് അദ്ദേഹം ഉള്ളത്. ആസ്റ്റൺ വില്ലയുടെ താരമാണ് ഇപ്പം കുട്ടീഞ്ഞോ, പക്ഷെ ലോണിൽ അൽ ദുഹൈലിൽ കളിക്കുകയാണ്. അപ്പോൾ ആസ്റ്റൺ വില്ലയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നും ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള വാസ്കോ ഡ ഗാമ അദ്ദേഹത്തിനായിട്ട് പരിശ്രമങ്ങൾ നടത്തുന്നു എന്നും ട്രാൻസ്ഫർ മാർക്കറ്റിൽ വാർത്തയുണ്ട്. അത് ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യവുമാണ്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഫിലിപ്പെ കുട്ടീഞ്ഞോ ബ്രസീലിയൻ ഫുട്ബോളിലൊക്കെ കളിച്ച് ബ്രസീലിന് വേണ്ടിയിട്ട് തിരിച്ച് സ്ക്വാഡിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായമെന്ന് പറയുന്നത് 31 വയസ്സേ ഉള്ളൂ. സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ സമീപ ഭാവിയിൽ ബ്രസീൽ ടീമിലേക്ക് എത്തണമെങ്കിൽ നല്ല പാടാണ്. കുട്ടീഞ്ഞോ തൻ്റെ ഫോം തിരികെ പിടിച്ച് അത്രയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. അതേസമയം ഓസ്കാറിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ചെൽസിയിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് 2017 ചൈനയിലേക്ക് പോയത്. ഷാങ്ഹായ് പോർട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം തിരികെ യൂറോപ്പിലെത്താൻ വേണ്ടി 1-2 ശ്രമങ്ങൾ നടത്തിയിരുന്നു, സാധിച്ചില്ല. ഇനി അത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യവുമാണ്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 32 വയസ്സ് പ്രായമുണ്ട്. തിരികെ എത്തുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം. കാരണം അത്രയധികം മികച്ച മധ്യനിര താരങ്ങൾ ബ്രസീലിൽ വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വണ്ടർ കിഡുമാരൊക്കെ ഇങ്ങനെ വളർന്നു വരികയാണ്. ഇപ്പം എസ്തവായോ വില്യനെ പോലെയുള്ളവർ വളർന്നു വരുന്നു. കൂടാതെ എൻട്രിക്കിനെ പോലെയുള്ളവർ മുന്നേറ്റ നിരയിൽ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം സാധ്യത ഇങ്ങനെ മുൻകാല സൂപ്പർ താരങ്ങൾക്ക് അവരുടെ കരിയറിന് പെട്ടെന്നൊരു സ്റ്റോപ്പ് വന്ന പോലെയാണ് സംഭവിച്ചത് ബ്രസീൽ ടീമിലൊക്കെ. അങ്ങനെയുള്ളവർക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടറിയണം. തൽക്കാലം കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിലൊന്നും ഇവർ ഒരർത്ഥത്തിലും ഇടം അർഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ഒരു പക്ഷേ ഓസ്കാറിനേക്കാൾ കൂടുതൽ തിരികെ വരാനുള്ള സാധ്യത കുട്ടീഞ്ഞോക്കാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാത്തിരിക്കാം എന്ത് സംഭവിക്കും ഇവരുടെ കരിയറിൽ എന്നുള്ളത് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.